പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 43 അധ്യായം 4 നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യനെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, മാന്യനാ. ഇന്ന് പകൽക്കാലം നമ്മെ വിലയേറിയവനായി കാണുന്നത് നമ്മുടെ കർത്താവാണ്. ലോകം നമ്മെ എങ്ങനെ കണ്ടാലും, ലോകം നമുക്ക് എന്തു വിലയിട്ടാലും നമ്മെ വിലയേറിയവനായി കാണുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ തൻ്റെ ചങ്കിലെ ചോരയാലത്രേ നമ്മെ വീണ്ടെടുത്തത്. അപ്പസ്തോലനായ പത്രോസ് അതുകൊണ്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ നമ്മെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട്, തൻ്റെ രക്തം നമുക്ക് മറുവിലയായി തന്നതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ഏറ്റവും വിലയേറിയവനാ. നമ്മുടെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടത് നാം ഓരോരുത്തരും അത്രേ. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ വരവ് വരുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, കള്ളൻ നനച്ചിരിക്കാത്ത നാഴികയിൽ, മനുഷ്യർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പക്ഷേ കള്ളൻ വന്നെന്നിരിക്കാം. പക്ഷേ കള്ളൻ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, കള്ളൻ വരുന്നത് ഹല്ലേലൂയ വിലയേറിയത് ചിലത് എടുത്തുകൊണ്ട് പോകാനാ. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നനയ്ക്കാത്ത നാഴികയിൽ വരുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യൻ കണക്ക് കൂട്ടാത്ത സമയത്ത് വരുമ്പോൾ അവൻ വരുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തനിക്ക് ഏറ്റവും വിലയേറിയ നമ്മെ ചേർക്കാൻ വേണ്ടി അത്രേ. എത്ര പേർക്ക് ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാൻ സാധിക്കും, ഞാൻ എൻ്റെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാ. എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, അവൻ്റെ കൃപയാൽ അവൻ എന്നെ വിലയേറിയവനായി എണ്ണി. അവൻ്റെ കരുണയാ എനിക്ക് വില തന്നത്, അവൻ്റെ കൃപയാ എനിക്ക് വേണ്ടി പകരക്കാരനായി തീർന്നത്, അവൻ്റെ കൃപയാലാ പരിശുദ്ധ രക്തം എനിക്ക് വേണ്ടി തന്നത്. അതുകൊണ്ട് ഇതാ വേദപുസ്തകം പറയുന്നു, നീ വിലയേറിയവനായതുകൊണ്ട് നിൻ്റെ ജീവൻ എനിക്ക് പ്രിയപ്പെട്ടതാ. നിൻ്റെ ജീവിതങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിക്കുമ്പോൾ ആ ജീവിതം കർത്താവിന് പ്രിയപ്പെട്ടതാ, കർത്താവിന് വിലയേറിയതാ. അതുകൊണ്ട് പറയുന്നു, ഞാൻ നിനക്ക് പകരം ജാതികളെയും, ഹല്ലേലൂയ, നിൻ്റെ ജീവന് പകരം ജാതികളെയും, ഹല്ലേലൂയ, നിനക്ക് പകരം മനുഷ്യരെയും ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. നിനക്ക് ഉള്ള ഒരു നന്മയും തടഞ്ഞു വെക്കാൻ അതുകൊണ്ട് ദൈവം ശത്രുവിനെ അനുവദിക്കത്തില്ല. നിൻ്റെ പുത്രന്മാരെ അവൻ എല്ലാ ദിക്കുകളിൽ നിന്ന് ശേഖരിക്കും. ഇവിടെ തിരുവചനം പറയുന്നു, ഞാൻ കിഴക്കിനോടും പടിഞ്ഞാറിനോടും തെക്കിനോടും വടക്കിനോടും കൽപ്പിക്കും. ഹല്ലേലൂയ. വിട്ടുതരിക എന്ന്, ചേർത്ത് കൊണ്ടുവരിക എന്ന്, ശേഖരിക്കുക എന്ന് അവൻ കൽപ്പിക്കും. ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നീ കർത്താവിന് പ്രിയപ്പെട്ടവനാണോ? നീ കർത്താവിന് വിലയേറിയവനാണോ? നിനക്ക് വേണ്ടി ചിലത് ദൈവം ശേഖരിക്കും. നിൻ്റെ നന്മയെ തടഞ്ഞു വെക്കാൻ ദൈവം ഒരു നാളും അനുവദിക്കത്തില്ല. നിൻ്റെ നന്മയെ ഇല്ലാതാക്കി മാറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ദിക്കുകളോട് കൽപ്പിക്കും. അവൻ കിഴക്കിനോടും പടിഞ്ഞാറിനോടും തെക്കിനോടും വടക്കിനോടും നിനക്ക് വേണ്ടി കൽപ്പിക്കും. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ദൈവം തരുന്ന ഏറ്റവും വലിയ പ്രോമിസ് അതാ. ഒരു മനുഷ്യൻ സമൂഹത്തിൽ വിലയേറിയവനെങ്കിൽ, അവൻ കൊള്ളാവുന്നവനെങ്കിൽ, ഒരു നന്മയും അവന് തടഞ്ഞു വെക്കാൻ ആർക്കും സാധ്യമല്ല. അവൻ തൻ്റെ പണം കൊടുത്ത്, തൻ്റെ കഴിവ് കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് അത് നേടും. എന്നാൽ നോക്ക, ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവികമായ പ്രൊവിഷനാണ് വെളിപ്പെട്ട് വരുന്നത്. ഒരു ദൈവ പൈതലിന് വേണ്ടി അസാധാരണമായ പ്രൊവിഷനാണ് വെളിപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, പത്രോസിന് കരം കൊടുക്കേണ്ട സമയത്ത് ദൈവം പറയുന്നത്, പത്രോസേ, നീ ഒരു ചൂണ്ടൽ കൊണ്ട് പോയാൽ മതി. നീ ഒരു ചൂണ്ടൽ ഹല്ലേലൂയ കടലിലേക്ക് എറിയുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് നിനക്ക് കിട്ടുന്നത് ഒരു മത്സ്യം. ആ മത്സ്യത്തിൻ്റെ വായിൽ ചതുർദ്രമ പണമുണ്ട്. എനിക്കും നിനക്കും വേണ്ടുന്നത് കൊടുക്കാൻ അതിൻ്റെ വായിൽ ദൈവം കരുതിയിട്ടുണ്ട്. ദൈവ പൈതലെ, അസാധാരണ ദൈവിക പ്രീതിയാണ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിൽ അവിടം കൊണ്ട് തീർന്നില്ല. താൻ യേശുവിനെ ഹല്ലേലൂയ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ വേദപുസ്തകം പറയുന്ന, അവൻ്റെ നിഴൽ വീഴുമ്പോൾ പോലും രോഗികൾ സൗഖ്യമായി. പത്രോസിൻ്റെ നിഴലിനു പോലും വിലയുണ്ട്. പത്രോസിൻ്റെ ജീവന് മാത്രമല്ല, അവൻ്റെ നിഴലിന്,
അവൻ്റെ നിഴലിന് വിലയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ സാന്നിധ്യം വിലയേറിയതാ. കാരണം നിൻ്റെ ഉള്ളിൽ പരിശുദ്ധനായ ദൈവം വസിക്കുന്നു. അവൻ്റെ രക്തം നിനക്ക് മറുവിലയായി. പത്രോസിൻ്റെ നിഴൽ വീണപ്പോൾ രോഗികൾ സൗഖ്യമായി. പത്രോസ് കാരാഗൃഹത്തിലായിരുന്ന് പത്രോസിനെ തകർക്കാൻ ശത്രു പദ്ധതി ഇട്ടപ്പോൾ യഹൂദന്മാരുടെ സകല പദ്ധതിയിൽ നിന്നും പ്രതീക്ഷയിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. ശത്രുവിൻ്റെ ഒരു പദ്ധതിയും നിനക്കെതിരെ, നിൻ്റെ ഭവനത്തിനെതിരെ വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. പത്രോസ് ദൈവത്തിന് വിലയേറിയവനായി തീർന്നു, കൊള്ളാവുന്നവനായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവനെതിരെ പദ്ധതി ഉണ്ടാക്കിയ ശത്രുവിൻ്റെ പദ്ധതിയെ ദൈവം ക്യാൻസൽ ചെയ്തു. ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കും ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വരട്ടെ. നാം കർത്താവിന് വിലയേറിയവനാ, കർത്താവിന് പ്രിയപ്പെട്ടവനാ. ഹല്ലേലൂയ. എന്നെ അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്തതാ. അതുകൊണ്ട് കർത്താവേ, നീ എന്നെ കരുതുന്ന ദൈവം, നീ എന്നെ കാക്കുന്ന ദൈവം, എൻ്റെ സകല ആവശ്യത്തിനും ദൈവം മതിയായ ദൈവം. ഈ പകൽക്കാലം നമുക്ക് നമ്മുടെ അധരത്തിൽ നിന്ന് വിളിച്ചു പറയാം. നമ്മുടെ ഭവനത്തിൽ അത് കേൾക്കട്ടെ. നാം ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണക്കാരനായി തീരുവാൻ അവൻ്റെ രക്തം നമുക്ക് മറുവിലയായി. നമ്മെ വിലയേറിയവനും മാന്യനുമാക്കി മാറ്റി. എൻ്റെ അപമാനത്തെ യേശു ക്രൂശിൽ ചുമന്നു. അതുകൊണ്ട് ഈ സമൂഹത്തിൽ മാന്യതയോടെ നടക്കാൻ ദൈവം കൃപ നൽകുന്നു. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.